സുഹൃത്തുക്കളെ, നമ്മുടെ പല്ലുകളിൽ സാധാരണ കണ്ടുവരുന്ന ചില രോഗങ്ങളെക്കുറിച്ചും അവയ്ക്കുള്ള നിവാരണങ്ങളെ പറ്റിയും നിങ്ങളെ ബോധവാന്മാരാക്കുകയാണ് ഈ വീഡിയോ പരമ്പരയുടെ ലക്ഷ്യം. വേര് ചികിത്സ അഥവാ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന ചികിത്സയെപ്പറ്റിയും അതിൻ്റെ ലോഞ്ചിവിറ്റി അല്ലെങ്കിൽ അത് എത്ര നാൾ നിലനിൽക്കുമെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഒത്തിരി സംശയങ്ങളുണ്ട്. പലരും എന്നോട് വന്ന് ചോദിക്കാറുള്ളത്, ഡോക്ടറെ, ഞാൻ 5 വർഷം മുമ്പ് റൂട്ട് കനാൽ ചെയ്തു, ഇപ്പോൾ ആ പല്ല് ഒത്തിരി പൊട്ടിപ്പോയി, അതിനെ ഇനി എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? ഞാൻ അതിന് ക്യാപ്പ് നൽകിയില്ല, അല്ലെങ്കിൽ അതിനുള്ളൊരു കാര്യമായ ഒരു ശ്രദ്ധ കൊടുക്കാൻ എൻ്റെ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റിയിട്ടില്ല. റൂട്ട് കനാൽ ചെയ്തു, വേദനയില്ല, പക്ഷേ ആ പല്ല് പൂർണ്ണമായും പൊട്ടിയും പൊടിഞ്ഞുമൊക്കെ പോയി. സുഹൃത്തുക്കളെ, ഞാൻ പറയട്ടെ, വേര് ചികിത്സ എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ പല്ലിൻ്റെ ശക്തി കൂട്ടുന്ന ഒരു ചികിത്സയല്ല. അതേസമയം അതിൻ്റെ ആന്തരിക അവയവങ്ങൾക്കുണ്ടായ ക്ഷതം, അതായത് പല്ലിൻ്റെ ഉള്ളിലെ മജ്ജമാംസമായിട്ടുള്ള പൾപ്പെന്ന് പറയുന്ന ആ ഒരു കണ്ടൻറ്റിനുണ്ടാകുന്ന വ്യത്യാസം കാരണം നീരും വേദനയും ഉണ്ടാകുമ്പോൾ ആ പല്ലിൻ്റെ ഏറ്റവും ഉള്ളിലെ താറയിലെ കണ്ടൻറ്റ് നീക്കം ചെയ്യുന്ന ചികിത്സയാണ് ഈ വേര് ചികിത്സ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഒരിക്കലും തന്നെ പല്ലിൻ്റെ ഒരു സ്ട്രെങ്തിന് അത് ഗുണം ചെയ്യുന്നില്ല. പക്ഷേ അതിന് പുറമേ കൊടുക്കുന്ന ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് റെസ്റ്റോറേഷൻസ്, ഇൻലേ, ഓൺലേസ്, ക്രൗൺസ് എന്നിങ്ങനെയുള്ള അതിന് മുകളിൽ നൽകുന്ന ആവരണങ്ങൾ വരുമ്പോഴാണ് പല്ലിന് അതിൻ്റെ ശരിക്കുള്ള രൂപവും ഭംഗിയും, അത് മാത്രമല്ല അതിനുള്ള ശക്തിയും കിട്ടുന്നത്. നമ്മുടെ ഹൃദയത്തിലെ രക്തധമനികളെക്കാളും, അതായത് ഹൃദയത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന കൊറോണറി ആർട്ടറീസ് അല്ലെങ്കിൽ കൊറോണറി വെസൽസിൻ്റെ 10 പോലും വലിപ്പമില്ലാത്ത ചെറിയ കനാൽസാണ് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കനാലിനകത്ത് ചെയ്യുന്ന ചികിത്സയ്ക്ക് അത്രയും വൈദഗ്ധ്യവും അത്രത്തോളം ഡയഗ്നോസ്റ്റിക് എയ്ഡ്സും, അതായത് എക്സ്റേ, CBCT തുടങ്ങിയ നൂതനമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സ് വഴി നമുക്ക് അതിൻ്റെ ആന്തരിക ഘടനയെപ്പറ്റി പഠിക്കുവാനും അതിനനുസരിച്ചിട്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാനും പറ്റും. ഇങ്ങനെ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്സ് പൊതുവെ സക്സസ്ഫുൾ ആയിരിക്കും. കൂടാതെ ഏർലി സ്റ്റേജസിൽ ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് പല്ലിൻ്റെ ആന്തരിക അവയവമായ പഴുപ്പിനുണ്ടായ ക്ഷതം അത് പല്ലിൽ കെട്ടി നിൽക്കാതെ അത് വെളിയിലോട്ട് നീരും പഴുപ്പും നീരുമായി എല്ല് കഴിഞ്ഞ് മാംസത്തിലോട്ടെത്തുന്ന സമയത്താണ് നമ്മൾ പുറമേ കാണുന്ന ഒരു നീരിലോട്ട് നമ്മൾ കാണുക. വേര് ചികിത്സയും പല്ല് സംരക്ഷിക്കാനുമുള്ള സമയം ആ ഒരു ടൈമിലല്ല. ശരിക്കും പല്ലിനകത്ത് നിറവ്യത്യാസം കാണുമ്പോൾ അത് പല്ല് ഫില്ല് ചെയ്യുന്നതിലോട്ടും പല്ലിന് വേദനയോ അസഹ്യമായിട്ടുള്ള പുളിപ്പോ വന്നു കഴിയുമ്പോൾ ആ പല്ലിന് അതിൻ്റെ പൾപ്പ് ക്യാപ്പിംഗ് അല്ല എങ്കിൽ വേര് ചികിത്സയിലോട്ട് പോകേണ്ടുന്ന ഒരു സാഹചര്യം ആയിക്കഴിഞ്ഞു. നമ്മുടെ ചികിത്സയ്ക്ക് മുമ്പ് തന്നെ ആ പല്ലിൻ്റെ എക്സ്റേ എടുത്ത് എത്രത്തോളം ആ വേരുകളുടെ നീളമുണ്ട്, എത്ര വേരുകളുണ്ട്, വേരിനകത്ത് എത്ര കനാൽസ് ഉണ്ട്, ഇവയെല്ലാം തന്നെ കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ഡോക്ടേഴ്സിനെ കൊണ്ട് ആ ഒരു ചികിത്സ ചെയ്യിക്കുകയും തുടർന്ന് ആ പല്ലിനെ ശക്തിപ്പെടുത്തുന്നതിനുള്ള പുറം ചട്ട അതിന് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ അത് വളരെ ആധുനികമായിട്ടുള്ള ക്രൗൺസ് ഇപ്പോൾ അവൈലബിൾ ആണ്. പല്ലിൻ്റെ അതേ കളറിലും അതേ രൂപത്തിലും ഒക്കെ കണ്ടാൽ ഒരാൾ തിരിച്ചറിയാത്ത രീതിയിൽ ഈ ഡെൻ്റൽ ക്രൗൺസ് അല്ലെങ്കിൽ ക്യാപ്പിംഗ് ചെയ്യുന്നതിനുള്ള സംവിധാനം ഇപ്പോൾ ആധുനിക ഡെൻ്റൽ ഹോസ്പിറ്റലുകളിലൊക്കെ തന്നെ ലഭ്യമാണ്. ഈ ഒരു സേവനം യഥാസമയം നേടിക്കഴിഞ്ഞാൽ, അത് മാത്രമല്ല ഇത്തരം ചികിത്സകൾ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ഒരു തുടർച്ചയായിട്ടുള്ളൊരു പരിചരണം ആ പല്ലുകൾക്ക് നൽകുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ അധികം നാൾ നിലനിൽക്കുന്ന ഒരു ചികിത്സാ രീതി തന്നെയാണ്. അതിന് ഒത്തിരി മാർഗ്ഗങ്ങളുണ്ട്. ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഫെയിലിയർ ആകുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിൽ നിന്ന് വീണ്ടും പഴുപ്പും നീരും വരുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ദർ ഈസ് ആൾവേസ് എ പോസിബിലിറ്റി ഓഫ് റീട്രീറ്റ്മെൻറ്റ്. ആ വേര് ചികിത്സ വളരെ സങ്കീർണവും വളരെയധികം ക്ലേശകരവുമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഈ റീട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് സാധാരണ ഒരു റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനേക്കാൾ ചിലവും സമയവും എക്സ്പെർട്ടൈസും വേണ്ടുന്ന ഒരു മേഖലയാണ് റീട്രീറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അത് ചെയ്ത് ആ പല്ലിനെ വീണ്ടും ആ പല്ലിനെ നിലനിർത്താൻ ശ്രമിക്കുകയാണ് ഞങ്ങളുടെ പതിവ്. ഇത് രണ്ടും പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ ആ പല്ല് ഇളക്കി മാറ്റി അതിന് പകരം ഒരു ക്രൗൺ ആൻഡ് ബ്രിഡ്ജോ അല്ലെങ്കിൽ ഇംപ്ലാന്റോ സജസ്റ്റ് ചെയ്യുക. ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലെ പഴുപ്പും നീരും മാംസത്തിലോട്ടും എല്ലിലോട്ടും വ്യാപിച്ചു കഴിഞ്ഞാൽ
ആ ഒരു ഭാഗം, പല്ലിന് ചുറ്റുമുള്ള ആ ഒരു ഭാഗം നീക്കം ചെയ്യുന്ന, പല്ലിൻ്റെയും അതിന് ചുറ്റുമുള്ള എല്ലിൻ്റെയും ഭാഗം നീക്കം ചെയ്യുന്ന എപ്പിസെക്ടമി, അല്ലെങ്കിൽ അതിൻ്റെ വേരിൻ്റെ കുറച്ച് ഭാഗം നീക്കം ചെയ്യുന്ന ചികിത്സാ രീതിയും ഇപ്പോൾ ലഭ്യമാണ്. അങ്ങനെ ചെയ്യുന്നത് വഴി എടുത്ത് കളയേണ്ട അവസ്ഥയിലിരിക്കുന്ന ചില പല്ലുകളുടെ ആയുർദൈർഘ്യം കൂട്ടാൻ നമ്മളെ കൊണ്ട് കഴിയും. ഈ വരുന്ന തുടർന്നുള്ള ചില വീഡിയോകളിൽ നമുക്ക് ഈ വിഷയങ്ങളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ദന്താരോഗ്യം ഞങ്ങളുടെ കൈകളിൽ കൂടെ ആവട്ടെ.